ഗാസ യുദ്ധത്തിൽ വെടിനിർത്തലും ബന്ദികളെ മോചിപ്പിക്കാനുള്ള ചർച്ചകളും ഇസ്രായേൽ നീട്ടിവെക്കുകയാണെന്ന് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയുടെ ആരോപണം. സമീപകാല ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. സയനിസ്റ്റ് അധിനിവേശം ധാർഷ്ട്യത്തോടെ നീട്ടിക്കൊണ്ടുപോകുന്നത് തുടരുന്നു. യുദ്ധവും ആക്രമണവും അവസാനിപ്പിക്കാനുള്ള ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളോട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിക്കുന്നില്ല, ഹമാസ് തലവൻ പറയുന്നു. വെടിനിർത്തൽ ആവശ്യത്തോട് ഇനിയും മുഖം തിരിച്ചാൽ ഒക്ടോബർ 7 ആവർത്തിക്കാൻ മടിയില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിന്റെ ചർച്ചാ സംഘം കെയ്റോയിൽ നടന്ന മറ്റൊരു ചർച്ചയിൽ നിന്ന് മടങ്ങിയതായി നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചതായും അദ്ദേഹം പറഞ്ഞു. ചർച്ചയിൽ ഈജിപ്ഷ്യൻ മധ്യസ്ഥതയിൽ ഹമാസിനായി ഒരു പുതുക്കിയ നിർദ്ദേശം രൂപീകരിച്ചതായും പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു. എന്നാൽ ഗ്രൂപ്പിന് പുതിയ നിർദ്ദേശങ്ങളൊന്നും അയച്ചിട്ടില്ലെന്നാണ് ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ബാസം നൈം വ്യക്തമാക്കിയത്. വെടിനിർത്തലും തടവുകാരുമായുള്ള കൈമാറ്റ ഇടപാടും സംബന്ധിച്ച് മധ്യസ്ഥരിൽ നിന്നോ ഇസ്രായേലിൽ നിന്നോ ഒരു നിർദ്ദേശവും പ്രസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥിരമായ വെടിനിർത്തൽ, ഗാസ മുനമ്പിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായി പിൻവാങ്ങൽ, കുടിയിറക്കപ്പെട്ട ഗാസക്കാരുടെ തിരിച്ചുവരവ്, സഹായത്തിന്റെ തടസ്സമില്ലാതെ പ്രവേശനം, യുദ്ധത്തിൽ തകർന്ന പ്രദേശത്തിന്റെ പൂർണ്ണമായ പുനർനിർമ്മാണം, തടവുപുള്ളികളുടെ കൈമാറ്റ കരാർ എന്നിവയാണ് ചർച്ചകളിലെ വിഷയങ്ങൾ. അതിനിടെ 6 മാസം മുമ്പ് ഒക്ടോബർ 7 ഗാസയിൽ ആരംഭിച്ച ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 30,000-ന് മുകളിലാണ്. 10,000-ലേറെ പേർക്ക് പരിക്കേറ്റു. വീടും നാടും നഗരവും ഉറ്റവരെയും നഷ്ടപ്പെട്ട് നിരാലംബരായി ആയിരക്കണക്കിന് പേരാണ് ഗാസയിൽ കഴിയുന്നത്. 33,175 പേർ ഗാസയിൽ കൊല്ലപ്പെട്ടുവെന്നാണ് ഒടുവിലായി പുറത്തുവരുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. വെസ്റ്റ് ബാങ്കിൽ മാത്രം 459 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഗാസയിലേക്ക് ഇസ്രായേൽ 32,000 തവണ വ്യോമാക്രമണം നടത്തി. ഇസ്രായേലിന് നേരെയുണ്ടായ ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 1,170 ഇസ്രായേലികളും വിദേശികളുമാണ്. എത്ര അംഗങ്ങൾ കൊല്ലപ്പെട്ടുവെന്ന് പുറത്തു പറയാൻ ഹമാസ് തയ്യാറായിട്ടില്ലെങ്കിലും 12,000 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രായേൽ പറയുന്ന കണക്ക്. യുദ്ധം തുടങ്ങിയതോടെ ഇസ്രായേൽ സൈന്യത്തിന് 600 സൈനികരെ നഷ്ടമായി. 260 പേർ ഗാസയിൽ വെച്ച് കൊല്ലപ്പെട്ടു. ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ 17 ഇസ്രായേലി സൈനികരും ജനങ്ങളും കൊല്ലപ്പെട്ടു. ലെബനനിൽ നിന്നുള്ള ഹിസ്ബുള്ളയുടെ വ്യോമാക്രമണത്തിൽ 8 പൗരന്മാരും 10 ഇസ്രായേലി സൈനികരും കൊല്ലപ്പെട്ടു. ആയിരക്കണക്കിന് പേർക്ക് നാടും നഗരവും വിട്ട് ഓടേണ്ടി വന്നു. ഇസ്രായേലികളും വിദേശികളുമടക്കം 250ഓളം പേരെ ഒക്ടോബർ 7 ഹമാസ് തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കി. ഇതിൽ 129 പേർ ഇപ്പോഴും ഗാസയിൽ തുടരുകയാണ്. 34 പേർ കൊല്ലപ്പെട്ടു. 12 പേരെ ഇസ്രായേലിലേക്ക് തിരിച്ചയച്ചു. യുദ്ധം ആരംഭിച്ച് ഇതുവരെ ഗാസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് 9,100 റോക്കറ്റുകൾ വിക്ഷേപിക്കുകയുണ്ടായി. ഇസ്രായേൽ ആക്രമണത്തിൽ ലെബനനിൽ കൊല്ലപ്പെട്ടത് 359 പേരാണ്. ഇതിൽ ഹിസ്ബുള്ള അംഗങ്ങളാണ് അധികവും. 70ഓളം ലെബനികൾ കൊല്ലപ്പെട്ടു. അതിർത്തി കടന്നുള്ള ആക്രമണത്തെ തുടർന്ന് സദേൺ ലെബനനിൽ നിന്ന് ആയിരക്കണക്കിന് പേർക്ക് വീട് വിടേണ്ടി വന്നു. ഇസ്രായേലിന്റെ സിറിയയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 23 ഹിസ്ബുള്ള പ്രവർത്തകരും കൊല്ലപ്പെട്ടിട്ടുണ്ട്.